അൻവറിന്റെ കാര്യത്തിൽ എന്താണ് ഒരു തീരുമാനം വരുന്നത്? അൻവർ ഇപ്പോൾ സ്വരം ഘടിപ്പിക്കുകയാണ്, ഇപ്പൊ ഇനി കാല് പിടിക്കാനില്ല എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. ഇത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചുള്ളത്. ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, തർക്കങ്ങൾ. ആ തർക്കങ്ങൾ തീർക്കാനുള്ള അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളാരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല അൻവറോട് ഇങ്ങോട്ട് വരണമെന്ന്. അൻവർ സ്വയം ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസോടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് അൻവർ. അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒക്കെ ഇടപെട്ട് അദ്ദേഹവുമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോൾ അതിനകത്തൊരു അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട്. ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ആ ശ്രമം ഭംഗിയായി തീരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. എന്തായാലും നിലമ്പൂർ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ചർച്ചയിൽ പരിഹരിക്കേണ്ടുന്ന വിഷയമാണത്. അത് പത്രസമ്മേളനം നടത്തേണ്ട വിഷയമല്ല. അത് നമ്മളൊന്ന് ഇരുന്ന് സംസാരിച്ച് ആ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്തി ആ പരിഹാരം ഉൾക്കൊണ്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തി ആ വിവരം പൊതുജനങ്ങളെ അറിയിക്കുക എന്നതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം. അൻവർ ഈ ഷൗക്കത്തിനെതിരെ പറഞ്ഞത് കടന്നുകൈയായി പോയോ ശരിക്കും? അതിപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറ് സ്വാഭാവിക. സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്നത് അദ്ദേഹം നമ്മളെ പാർട്ടിക്കാരനല്ലല്ലോ, മറ്റൊരു പാർട്ടിയിലാണല്ലോ. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് ഉണ്ടാകും. കുറച്ച് കോൺഗ്രസിലെ നേതാക്കന്മാരെ അൻവറുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഞങ്ങളൊക്കെ നടത്തുന്നു. ചില ആൾക്കാർ അൻവറിനെ തീരെ വേണ്ട, അല്ലെങ്കിൽ അൻവറിനുമായിട്ടൊരു കടുംപിടുത്തത്തിലേക്ക് പോകും. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിലുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അല്ലല്ലേ 2 ദിവസം മുമ്പല്ലേ 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് UDF-ഓടൊപ്പം വരണം, കോൺഗ്രസോടൊപ്പം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാമെന്നും എൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാനടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. അത്രയും മാത്രമേ എനിക്ക് ഇപ്പം നിലവിലുള്ള എൻ്റെ ഒരു പറയാൻ പറ്റുള്ളൂ. ഇതിലെ PV അൻവറിന്റെ ഒറ്റ ആവശ്യം UDF ഘടകകക്ഷിയാക്കണം, തൃണമൂലിനെ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യമാണ്. പക്ഷെ അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതുവരെ അതിലൊരു അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചില്ല. ഒടുവിൽ അല്ല, ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിൻ്റെ പുറത്ത് തീരുമാനമെടുക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാവാം. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും അത് പറയുന്നു, മേലത് ആവർത്തിക്കരുതെന്ന്. ആരെ? അതെ, നമ്മൾ കാലിയായല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം VD സതീശൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ അൻവർ വരുന്നതിനോട്? അത് സതീശനോട് ആയോണ്ട് എന്നോടല്ല. നമ്മൾ അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്നൊരു ചർച്ച ഇതിന് പുറത്ത് നടത്തിയിട്ടില്ല. അത് സത്യം. പുതിയ പ്രസിഡന്റ് വന്നു. പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ്. അത് പെട്ടെന്ന് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്ന് രാവിലെ സണ്ണി ജോസഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇരുന്നൊന്ന് സംസാരിക്കട്ടെ. ഒരു വട്ടം പോലും സംസാരിച്ചില്ല. പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം. അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയോ മുന്നണിയുടെയോ അഭിപ്രായമല്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന
തിരഞ്ഞെടുപ്പിൻ്റെ ബലാബലം പരിശോധിക്കുന്ന മാനദണ്ഡമെന്ന് ചിന്തിക്കുന്നത് തെറ്റ്. നമുക്ക് യു ഡി എഫിൻ്റെ നേതാക്കന്മാരിരുന്ന് ചർച്ച നടത്തിയ ഒരു തീരുമാനമെടുക്കുന്നതാണ് ആ ഫൈനൽ തീരുമാനം. ആ തീരുമാനത്തിന് വേണ്ടി 2 ദിവസം കാത്തിരിക്കുക. നേതാക്കന്മാരോടൊക്കെ സംസാരിച്ചിരുന്നു ഈ വിഷയം ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേസ് നേരിട്ട് സംസാരിച്ചു. ഞാൻ 2-2 സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഘടകകക്ഷിയാക്കണം എന്നാണോ പറയുന്നത്? അവർക്ക് താല്പര്യമുണ്ട്. അവർക്ക് പിന്നെ യു ഡി എഫിൻ്റെ അകത്ത് അൻവറെ കൊണ്ടുവരണമെന്ന് താല്പര്യം മുസ്ലിം ലീഗിനുണ്ട്. ഇതിൽ ഒരു ഭിന്നാഭിപ്രായം യു ഡി എഫിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അൻവറിനെ ഘടകകക്ഷിയാക്കുന്നതിൽ? നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് എവിടെയാ തെറ്റിയത് ചോദിച്ചാൽ സ്ഥാനാർത്ഥിക്കെതിരായി വളരെ രൂക്ഷമായി അൻവർ സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞാലും ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വരാൻ പോകുന്ന ഒരു മുന്നണിയിലേക്ക് വരാൻ പോകുന്ന ഒരു നേതാവ് അങ്ങനെ പരസ്യമായി പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം അതിൻ്റെ അകത്ത് അത് അങ്ങോട്ട് തുടരുന്ന പ്രശ്നമില്ല. അത് അൻവറോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പ്രതികരണമാണ് ആര്യാട് ഷൗക്കത്തിനെതിരെ ഉണ്ടായതല്ലേ? അല്ല, അങ്ങനെ അവർ പറയുന്നത് ഒരു സാധാരണഗതിയിൽ നമ്മളൊരു നാട്ടുമര്യാദ എന്ന് പറയില്ലേ, അതിനകത്ത് വികാരം ഉണ്ടാവും സ്വാഭാവികമായും. ഒരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഞങ്ങൾ തയ്യാറാണ്. ഷൗക്കത്തിനെ അംഗീകരിക്കാൻ അൻവർ തയ്യാറായിട്ടുണ്ടോ? അല്ല, അൻവർ തയ്യാറാവണമല്ലോ. നമ്മൾ സംസാരിച്ച് അൻവർ കൂടെ നിൽക്കുമെങ്കിൽ മാത്രമല്ലേ അൻവറിന് കോൺഗ്രസിനോടൊപ്പം യു ഡി എഫോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. അല്ല, നിൽക്കാൻ പറ്റില്ലല്ലോ. അത് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. തീരുമാനം മാറ്റണമല്ലോ. അദ്ദേഹം പിന്നെ മുന്നണിൻ്റെ അകത്ത് ഇരുന്ന് വെച്ചപ്പോൾ ഷൗക്കത്തിനെതിരെ പ്രവർത്തിക്കുകയും മുന്നണിക്കകത്തിരിക്കാനും അങ്ങനെ സാധിക്കുമോ? സാധിക്കൂലല്ലോ. ഈ കേസ് പി വി അൻവറിന്റെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിജയപരാജയങ്ങളിൽ നിർണായകമാകും എന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ പുറകിൽ ആളുകളുണ്ട്, അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. ആ പിന്തുണ ഒരു നിർണായക ശക്തിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ പി വി അൻവർ സ്വതന്ത്രമായി എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിന് തിരിച്ചടിയാവില്ലേ? സ്വാഭാവികമായും അത് ചെറുതാണെങ്കിൽ ചെറിയ വോട്ട് അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും, വലിയ വോട്ടാണെങ്കിൽ വലിയ വോട്ടിന് തിരിച്ചടി ഉണ്ടാവും. എന്തായാലും അൻവറിൻ്റെ കയ്യിൽ നിൽക്കുന്ന വോട്ട് യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിന് ഒരു തിരിച്ചടിയായിരിക്കും. അല്ല, അദ്ദേഹം അത് കോൺഗ്രസിന് കൊടുക്കാൻ യു ഡി എഫിന് കൊടുക്കാൻ തയ്യാറായാൽ അത് നമുക്കൊരു അസറ്റായിരിക്കും. അപ്പോൾ അൻവറിനൊപ്പം കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ നടന്ന പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ, അത് കുറച്ചും കൂടി മിതത്വം പാലിക്കണമെന്ന അഭിപ്രായം കേസിനുണ്ടോ? അൻവറിനോടുള്ള നിലപാട് കടുപ്പിച്ചതിലും പ്രതികരണങ്ങൾ ഉണ്ടായതിലും ഇപ്പം അൻവറിനെതിരെ അങ്ങനെ ആരാ കടുപ്പിച്ചത്? അൻവറിന്റെ അതേ ഭാഷയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത് ശരിയാണോ? ആരാ പ്രതികരിച്ചത് അങ്ങനെ? അതായത് അൻവറിനെ ഒട്ടും വേണ്ട, അല്ല അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ, അല്ല ആര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് പോലും പറഞ്ഞത് ആ രീതിയിലുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് അല്ല പ്രസിഡന്റിന്റെ അഭിപ്രായം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിന്ന് രാവിലെ സംസാരിച്ചിരുന്നു. ഞാനിപ്പം നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും കൂടെ ഞാൻ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ ആവശ്യം അൻവറിനെ മുന്നണിക്കകത്ത് യു ഡി എഫിൽ കൊണ്ടുവന്ന് കൂടെ നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വ്യക്തിപരമായ വി.ഡി. സതീശന് വ്യക്തിപരമായ ഒരു അകൽച്ച അൻവറുമായി അദ്ദേഹത്തിനെതിരെ അല്ല, വ്യക്തിപരമായ അകൽച്ചയൊന്നും ഒരു മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആരും പരിഗണിക്കാൻ പോകുന്നില്ല. എന്തായാലും ഘടകകക്ഷിയാക്കണം. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പ് അതെ, ഉറപ്പായിട്ടും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മുന്നണി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പേ ഉണ്ടാവണം. എങ്കിലേ നമ്മളെ തീരുമാനത്തിന് വിലയുള്ളൂ, ഗുണമുള്ളൂ. പ്രസിഡന്റ് എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം അൻവർ ഘടകകക്ഷിയായിട്ടുണ്ടാകുമായിരുന്നു. അതെ, അത് ഇപ്പൊ സണ്ണി ജോസഫും അതിന് കഴിവുള്ളതും തന്നെയാണ്. ഒരു കുഴപ്പവും വേണ്ട. ലീഗിനപ്പുറത്തേക്ക് അത്തരം ഘടകകക്ഷിയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അൻവറിനെ കൂട്ടിവെച്ച് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു. ലീഗ് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി നടത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവർ പറയുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരം എന്തെങ്കിലും ചർച്ചകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിലുള്ള ഇടപെടൽ കാര്യമായി ഉണ്ടായില്ല എന്ന് അൻവറിന്റെ വിമർശനമുണ്ട്. അപ്പം അതെങ്ങനെയാ കാണുന്നത്? എന്തായാലും 2-3 പിന്നെ ഭാഗത്തു നിന്ന് അദ്ദേഹവുമായിട്ട് സംസാരം നടക്കുന്നുമുണ്ട്. ഇനിയോ നടക്കും. ആക്കുക എന്നതാണ് വ്യക്തിപരമായി എൻ്റെ താല്പര്യവും കാഴ്ചപ്പാടും.
കേസാ കേസ് ആ ഞാൻ കണ്ട് സംസാരിക്കും. പോകുന്നുണ്ട് നിലമ്പൂരൊന്നും പോകില്ല. നിലമ്പൂരിൽ നിന്ന് അത് നമ്മൾ ഒരു പൊതുസ്ഥലത്തിരുന്ന് നമ്മൾ സംസാരിക്കും. ഈ അൻവർ യുഡിഎഫിലേക്ക് വന്നാൽ തന്നെ ഭാവി യുഡിഎഫിന് അൻവർ ഒരു ബാധ്യതയാകുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്കൊക്കെ ഈ പ്രതിപക്ഷ നേതാവിനൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബാധ്യതയായി മാറും എന്ന്? അതൊക്കെ പറയാൻ തുടങ്ങിയാൽ വല്ലാണ്ട് ആഴത്തിൽ പോകണം. കേസ് എന്നെ നിങ്ങൾ കൊടുക്കാൻ നോക്കണ്ട. ആ കുടുക്കിൽ ഞാൻ പോകില്ല. ആ കുടുക്കിൽ ഞാൻ ഇടതു ഭരണത്തിനെതിരെയുള്ള ശക്തമായ പോരാളിയായിട്ടാണോ പി വി അൻവറിനെ കേസ് കാണുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ നേരത്തെ എനിക്കറിയാം, ചെറുപ്പത്തിലെ അദ്ദേഹത്തെ എനിക്കറിയാം. അവൻ യൂത്ത് കോൺഗ്രസ് ആയിരിക്കുന്ന കാലം മുതൽ അൻവറുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ ബ്രദർ തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിന്നൊരാളാണ് അൻവർ. നല്ല ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഞാനുമായി നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ DCCയുടെ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വൈകാരിക ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പുറത്ത് എനിക്ക് കുറച്ചും കൂടെ ശക്തമായി അദ്ദേഹത്തോട് പറയാനുള്ള കപ്പാസിറ്റിയും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ ഒന്നും കൂടെ പ്രഷറൈസ് ചെയ്ത് അദ്ദേഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ നടത്തും. ഇന്നും അൻവർ പറഞ്ഞത് ഷൗക്കത്തിനെതിരായ തന്റെ അഭിപ്രായം മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇരുന്നോട്ടെ, എന്ന കുഴപ്പം. അങ്ങനെയാകുമ്പോൾ ഈ മുന്നണി പ്രവേശനമൊക്കെ മുന്നണി പ്രവേശനം എന്ന് പറയുന്നതും ഇതും തമ്മിലൊരു ബന്ധമില്ല. അദ്ദേഹം വോട്ട് ചെയ്താൽ മതി. അദ്ദേഹം ഷൗക്കത്തിനെ പ്രകീർത്തിക്കണ്ട, ഷൗക്കത്തിനെ തലയിൽ വെക്കണ്ട. ഷൗക്കത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മം വോട്ടാണ്. ആ വോട്ട് ചെയ്യുക, അതാണ്. ഈ ജോയി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് അൻവറിന് ഒരു ഉറപ്പ് താങ്കൾ കൊടുത്തിരുന്നു? ഞാനെന്ത് കൊടുക്കാൻ? സമയത്ത് ഞാനാണ് കൊടുക്കാൻ? പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമ്മളെ തൊപ്പിയും പിന്നെ കിരീടവും പോയി നിൽക്കുമ്പോൾ പിന്നെ ഞാനെന്ത് കൊടുക്കാനാ? ഓക്കെ.